ലാലേട്ടാ ഉമ്മ ഉമ്മ ഉമ്മ. താങ്ക് യു താങ്ക് യു താങ്ക് യു. കുറച്ച് കഴിയുമ്പം ബാപ്പ ബാപ്പ ബാപ്പ. ഓക്കെ പറയും. ലാലേട്ടൻ ഞങ്ങളെ കാണുമ്പോ ലാലേട്ടനെ കോളേജ് ചെയ്തതിനെ പറ്റി ഓർമ്മ വരുന്നുണ്ടോ? അത് നിങ്ങളെ കാണാതെ ഒക്കെ എപ്പോഴും ഓർമ്മിക്കുന്നത്. ലാലേട്ടൻ കോളേജിലൊരു കിടു താരമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, അതുകൊണ്ടല്ല, ഇപ്പോൾ ഞാൻ ഈ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ പല ആൾക്കാരും സിനിമയിലും ഉള്ളത്. എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കൾ പ്രൊഡ്യൂസേഴ്സായി, ഡിസ്ട്രിബ്യൂട്ടേഴ്സായി, ഡയറക്ടേഴ്സായി, ആക്ടേഴ്സായി. അതുകൊണ്ട് ഇപ്പോഴും അവരെയൊക്കെ കാണുകയും അവരുമായിട്ട് ഉള്ള സന്ദർഭങ്ങളിലൊക്കെ കോളേജിൽ പഠിക്കുന്ന പോലെ തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ മുകേഷോ അല്ലെങ്കിൽ പാച്ചിക്കായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെക്കാട്ടിലും പ്രസരിപ്പോടുകൂടി തന്നെയാണ് ഞങ്ങൾ ജീവിതത്തെ കാണുന്നത്. ലാലേട്ടന്റെ കോളേജ് ജീവിതത്തിൽ ഒരുപാട് പരാക്രമങ്ങൾ കാണിച്ചിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെല്ലാം അച്ചടിച്ച് ഒരു പുസ്തകമാക്കിയില്ല എന്നുള്ളൂ. ഞങ്ങളിങ്ങനെ പരമ്പരയായിട്ട് ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലാലേട്ടൻ ഇപ്പൊ ഞാൻ ആള് മാന്യനാട്ടോ. ഇപ്പൊ ഞാൻ നാളെ ലാലേട്ടന്റെ മാതിരി ഒരു താങ്കൾ മാന്യനാണെന്ന് താങ്കൾ പറയുന്നു, പക്ഷേ കണ്ടാ തോന്നൂല കേട്ടോ. നാളെ ഒരു ലാലേട്ടന്റെ മാതിരി തന്നെ ഒരു സൂപ്പർ സ്റ്റാർ ആവുകയാണെങ്കിൽ ആകാനായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. താങ്ക് യു. അങ്ങനെ ആവുകയാണെങ്കിൽ ഈ കിടക്കുന്ന പിള്ളേഴ്സ് എന്നെ പറ്റി ഒരുപാട് കഥകൾ മെനഞ്ഞുണ്ടാക്കും, ഫാബ്രിക്കേറ്റ് ചെയ്ത്. അപ്പൊ ലാലേട്ടന്റെ കാര്യത്തിൽ ഇങ്ങനെ വല്ല ഇത് ലാലേട്ടന്റെ കോളേജ് ജീവിതത്തെ പറ്റി ഇങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്ത സ്റ്റോറീസ് ആണോ ഉള്ളത്, അതോ ലാലേട്ടൻ ശരിക്കും കോളേജ് ലൈഫ് ശരിക്കും എൻജോയ് ചെയ്ത ഒരു വ്യക്തിയാണോ? അല്ല, ഒരു ആള് കോളേജിൽ പോയി പിന്നെ അയാൾ ഒരു സിനിമയിലോ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറേ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസും ഉണ്ടാകാം. നമ്മൾ ചെയ്ത ചെറിയൊരു കാര്യം വളരെ വലുതായിട്ട് വരാം. ചിലപ്പോൾ ചെയ്യാത്ത കാര്യങ്ങൾ ചിലപ്പോൾ പറയാം. എന്തായാലും ഒട്ടും സംശയിക്കേണ്ട, കോളേജ് ജീവിതം വളരെ നന്നായി അനുഭവിച്ച ഒരാൾ തന്നെയാണ് ഞാൻ. ശരിക്കും ലാലേട്ട, ക്യാമ്പസ് ജീവിതം അങ്ങേയറ്റം ആസ്വദിച്ചതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ അന്ന് രൂപപ്പെട്ട ഒരു മനസ്സ്, ആ മനസ്സല്ലേ ലാലേട്ടനെ മലയാളത്തിൽ ഇത്ര അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഇത്രയും അറിയപ്പെടുന്ന ഒരു നടനായി ഉയർത്താനുള്ള പ്രധാനപ്പെട്ട കാരണം? ഒരു നടൻ എന്ന നിലയിൽ മാത്രമല്ല, നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ സ്വഭാവത്തിലൊക്കെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് നമ്മുടെ കോളേജ് ജീവിതം, നമ്മുടെ സുഹൃത്തുക്കൾ. തീർച്ചയായിട്ടും സിനിമയിലുള്ള എൻ്റെ പല കഥാപാത്രങ്ങൾക്കും അല്ലെങ്കിൽ നമ്മൾ അഭിനയിക്കുന്ന പല രംഗങ്ങൾക്കുമൊക്കെ അത് തീർച്ചയായിട്ടും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു ജീവിതം നയിക്കണം. അത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ എന്നെക്കാളും കൂടുതൽ മുകേഷിന് പറയാൻ പറ്റും. കോളേജ് ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെ അവിടുത്തെ സംഭവങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് കാറ്റഗറിയാണ് വേണ്ടത്, ഏത് തരത്തിലുള്ളത്? പ്രണയം അതിന് മിനിമം ഒരു അതെ, അല്ല പ്രണയമാണെങ്കിൽ ഒരു 7-8 ദിവസം എടുക്കും. അല്ല, ഞങ്ങൾക്ക് കേൾക്കേണ്ടത് മുകേഷ് ഏട്ടൻ പ്രണയിക്കാൻ പോയ കഥയല്ല, മുകേഷ് ഏട്ടനെ ആരെങ്കിലും പ്രണയിക്കാൻ വന്ന കഥയാണ്. അതാകുമ്പോ ഒരു 5 സെക്കൻഡ് പോലും വേണ്ട. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വന്ന് എന്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ വൺ വേ ട്രാഫിക് എന്നുള്ള പേര് തന്നെ വന്നത് അങ്ങനെയാണെന്നാ തോന്നുന്നത്. അതിനു മുമ്പ് വൺ വേ ട്രാഫിക് ഇല്ലായിരുന്നു. അല്ല, ലാലേട്ടന്റെ ക്യാമ്പസ് പ്രണയവും അത്തരത്തിലായിരുന്നു. നമ്മൾ അന്ന് മുതൽ ഇപ്പോഴൊക്കെ പ്രണയത്തിൽ തന്നെ, അതിനൊരു വ്യത്യാസമൊന്നുമില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് പാച്ചിക്കേക്ക് അതിനേക്കാളും കൂടുതൽ സംസാരിക്കാൻ പ്രണയത്തെക്കുറിച്ചും. കാര്യം ഞങ്ങളൊക്കെ പിന്നെ ഈ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ സമയത്തൊക്കെ അഭിനയിക്കാൻ പോകുമ്പോഴൊക്കെ വളരെയധികം ഫാസിലിനെ പറ്റി, നെടുമുടി വേണുവിനെ പറ്റിയൊക്കെ കോളേജിലെ വളരെയധികം കഥകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എനിക്ക് ഒരുപക്ഷെ അവരൊക്കെ ജീവിച്ചതുപോലെ അല്ലെങ്കിൽ കോളേജിനെ എൻജോയ് ചെയ്ത പോലെയൊക്കെ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇനിയും വരുന്ന തലമുറയ്ക്ക് ഞങ്ങൾ എൻജോയ് ചെയ്തത്ര എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പറ്റാതിരിക്കാം എന്നൊക്കെ ഉള്ളൊരു സങ്കടമാണ്. എന്ത് പറയുന്നത് പാച്ചിക്കയുടെ ക്യാമ്പസ്? ഇല്ലല്ല, ഞങ്ങളുടെയൊക്കെ ക്യാമ്പസ് കാലത്ത് പ്രണയമേ ഉള്ളൂ. അത് ഞാൻ പലസ്ഥലത്തും പറയുന്നൊരു കാര്യമാണ്. ഈ ഫാമിലി പ്ലാനിങ്ങിന്റെ ഒരു ഔട്ട്കം ആണ്. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേർ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് അങ്ങ് നടക്കും. അപ്പം നമ്മളെന്ന് നോക്കാൻ അങ്ങനെ ആരും കാണില്ല. ഒരു കുടുംബത്തിൽ തന്നെ 6-7 കുട്ടികളുള്ളതുകൊണ്ട് നമ്മളിന്ന് നോക്കാൻ ആരും കാണില്ല. അപ്പൊ നമ്മൾ കോളേജിലോട്ട് ചെല്ലുമ്പം ഒരു പെണ്ണ് ഒന്ന് നോക്കിയാൽ മതി, ഓ ഐ ആം വാണ്ടഡ് ബൈ സംബഡി, ഐ ആം നീഡഡ് ബൈ സംബഡി എന്നും പറഞ്ഞ് അത് ഗോപ്യമായിട്ട് വെച്ചുകൊണ്ട് നടക്കും. ഗോപ്യമായിട്ട് വെച്ചുകൊണ്ട് നടന്നത് ഗോപ്യമായിട്ടോണ്ടിരിക്കും. ഇന്നത്തെ കുട്ടികൾ
അച്ഛാ ഇന്ന് ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞ പയ്യൻ എന്നെ വല്ലാണ്ടൊരു നോട്ടം നോക്കി എന്താ എന്ന് അച്ഛനോട് പോയി പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അന്ന് പ്രണയം എന്ന് പറയുന്നത് എല്ലാം ഇങ്ങനെ ഒഴുകിക്കൊണ്ട് പോലും ലാല് പറഞ്ഞതുപോലെ എന്നും പ്രണയിക്കുക, പ്രണയം മരണം ഉണ്ടാകണം. ആ പ്രണയം എന്ന് പറയുന്നത് ശരിക്കും ഒരു പെണ്ണിനോട് തോന്നുന്നതല്ല, പ്രകൃതിയോട് തോന്നുന്നത്, കവിതയോട് തോന്നുന്നത്, കഥകളോട് തോന്നുന്നത്. പക്ഷെ ഇന്ന് ഈ സിംഹവാലം കുരങ്ങനൊക്കെ വംശനാശം സംഭവിക്കുന്നത് പോലെ പ്രണയം എന്ന ആ സംഭവത്തിന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുക. പകരം അവിടെ കടന്നുപോയിരിക്കുന്ന അതിനേക്കാൾ ഡേഞ്ചറസ് ആയ ഒന്നാണ് ഫ്രണ്ട്ഷിപ്പ്. ഇന്ന് ഫ്രണ്ട്ഷിപ്പിനാണ് ക്യാമ്പസിൽ കൂടുതൽ പ്രസക്തി, പ്രണയത്തിനല്ല. അതൊരു നഷ്ടമാണ്. ഞങ്ങൾക്ക് കിട്ടിയ ആ അവസ്ഥ ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു ദുഃഖമേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ പ്രണയത്തെക്കാൾ കൂടുതൽ പുതിയ തലമുറയുടെ ആളാണല്ലോ, ഇവർക്ക് കൂടുതൽ പറയാൻ കാണുമായിരിക്കും പ്രണയത്തെ. പക്ഷെ ഇപ്പൊ ഫാസിൽ സർ പറഞ്ഞ പോലെ ഇപ്പൊ പ്രണയത്തെക്കാട്ടി കൂടുതൽ ഫ്രണ്ട്ഷിപ്പാണ്. ഡേഞ്ചറസ് ആണെന്നും പറഞ്ഞു. ഒരിക്കലും ഡേഞ്ചറസ് അല്ല, അതൊരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലേ. അപ്പൊ പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും എല്ലാവർക്കും ഇപ്പൊ പേടിയാണ്. കാരണം ഒരാളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് അപ്പോഴത്തേക്ക് പ്രണയമായെന്ന് പറയാ. അപ്പം ടീച്ചേഴ്സിനോടും ഒക്കെയുള്ള ആ ഒരു പേടിയും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അതൊക്കെ വേണ്ടാന്ന് വെക്കുന്നത്. അപ്പൊ ഫ്രണ്ട്ഷിപ്പാണ് കൂടുതൽ നിലനിൽക്കുന്നത്. ടീച്ചേഴ്സിനോട് പേടിയുണ്ടെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ കല്യാണവും വേണ്ടാന്ന് വെക്കുമോ? അങ്ങനെ ഉണ്ടാവില്ല. ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് ക്യാൻറ്റീനിലേക്ക് വരുന്ന വഴി അവിടെ നിൽക്കുന്ന കഥകളും ഒക്കെ തന്നെ കൊല്ലത്ത് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു കഥ? അല്ല, കഥയല്ല, ഞാൻ ചെറിയൊരു സംഭവം പറയാം. അതായത് എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിനേക്കാൾ കൂടുതൽ പെൺകുട്ടികൾ സ്ട്രിക്റ്റ് ആയിരുന്നു അന്ന്. വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഒരാളെ പ്രേമിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ കളിച്ച കാര്യമല്ല. ഒരു 4-5 കൊല്ലക്കാലം നല്ല ഗംഭീരമായി ശ്രമിച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു വശ്യമായ ഒരു പുഞ്ചിരിയൊക്കെ സമ്മാനമായി കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ വളരെ സീരിയസ് ആയിട്ട് പോകുന്ന പെൺകുട്ടികൾ ഉള്ള ആ കാലഘട്ടത്തില് ആന്ധ്രയിൽ ഒരു ഭയങ്കര വെള്ളപ്പൊക്കം വന്നു. ആന്ധ്രയില് 250 പേര് മരിച്ചു. ഭയങ്കരമായ കൊടുങ്കാറ്റ് വന്നു. അപ്പൊ അതിങ്ങനെ എല്ലാവരും ചർച്ചാ വിഷയമാണ്. പേപ്പറിലെല്ലാം ഇങ്ങനെ എപ്പോഴും ആന്ധ്രയിൽ 250 പേര് മരിച്ചു, ഇന്നലെയും 15 പേര് ഒഴുകിപ്പോയെന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലും കൂടെ അടിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഒരു ദിവസം ഒരു ന്യൂസ് വന്നു. അപ്പൊ ഈ പെൺകുട്ടികളൊക്കെ ഇരുന്ന സ്ഥലത്ത് ഞാൻ പോയി പറഞ്ഞു, ആന്ധ്രയിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ. അപ്പൊ അവര് ആന്ധ്രയിലെ കാര്യങ്ങൾ തന്നെയാണെന്ന് വിചാരിച്ചു. ഭയങ്കര കഷ്ടമായി പോയി, 250 പേര്. അതിപ്പോ കേരളത്തിലൂടെ അടിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇവിടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മരണങ്ങൾ ഇവിടെ നടക്കും. ഫലം ആരും തന്നെ പ്രേമിക്കാതെ മരിക്കേണ്ടി വരും. അതുകൊണ്ട് ഉള്ള സമയം കൊണ്ട് പ്രേമിക്കുക എന്ന് പറഞ്ഞ് ഒരു വലിയ കഥ പറഞ്ഞതിന്റെ ഗുണമുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഗൗരവമായി നടന്നു പോയി കഴിഞ്ഞാൽ ആന്ധ്രയിലൊക്കെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു ആ ഒരു കോഡ് ഈ കാമുകന്മാർക്ക് കിട്ടി. ആരെങ്കിലും ഒരാള് ഇങ്ങനെ ഇച്ചിരി സ്റ്റൈലിൽ പോയി കഴിഞ്ഞാൽ ആന്ധ്രയിലൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മതി. അത് ഇപ്പൊ വേണമെങ്കിലും അഡോപ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. എന്താണ് ഫാസിൽ സാറിനെ? അല്ല, ഞാൻ അമ്മാവനെ വിളിച്ചത്. അമ്മാവനെ ടിപ്പു സുൽത്താനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ടിപ്പു സുൽത്താൻ കേട്ടിട്ടുണ്ടല്ലോ. പണ്ട് നമ്മുടെ കേരളമൊക്കെ പിടിച്ചടക്കി വാണിരുന്നു. ഒരുപാട് സ്ഥലങ്ങൾ മരിച്ചുപോയി. മരിച്ചുപോയില്ലേ? അറിഞ്ഞില്ലേ? ഞാൻ ഇന്നത്തെ പത്രം വായിച്ചില്ല. അയ്യോ, ഇന്നലത്തെ പത്രത്തില് വീട്ടിൽ ചെന്നിട്ട് നോക്കിയാൽ മതി. താങ്ക് യു, നോക്കാം. അപ്പൊ കുറച്ചു നാൾ മുമ്പ് ഒരു ടിവിയിൽ ഒരു പരമ്പര ഉണ്ടായിരുന്നു, ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞു. ടിപ്പു സുൽത്താൻ. അപ്പൊ ഈ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോ സഞ്ജയ് ഖാനാണ് അതിലെ നായകനായി അഭിനയിച്ചത്. അപ്പൊ അദ്ദേഹം ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന ഒറിജിനൽ വാളെടുത്ത് ഒരു സീൻ ഷൂട്ട് ചെയ്തു. പക്ഷെ ആ ഷൂട്ടിംഗ് തീരുന്നതിന് മുന്നിൽ തന്നെ അവരുടെ ടെന്റൊക്കെ കത്തിപ്പോയി, ഒത്തിരി നാശനഷ്ടങ്ങളൊക്കെ വന്നു. അപ്പൊ അവര് കരുതിയെന്ന് വെച്ചാൽ ഈ വാളിൽ എന്തോ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ. നമ്മൾ തന്നെ ഒരു ഹൊറർ ഫിലിം കണ്ടിട്ട് വീട്ടിലെത്തി കഴിയുമ്പോ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ പ്രേതവും നമ്മുടെ കൂടെ വന്നിട്ടുണ്ടോ അങ്ങനെ ശബ്ദമൊക്കെ കേൾക്കുമ്പോ, കേൾക്കാത്ത പല ശബ്ദങ്ങളും അന്ന് കേൾക്കും. അപ്പൊ നമുക്ക് ഭയങ്കരമായ പേടി തോന്നാറില്ലേ? ഇപ്പോ ഫാസിൽ സാർ ഇപ്പോ സംവിധാനം ചെയ്ത ഒരു പ്രേത ടച്ചുള്ള 2 സിനിമയാണ് മണിച്ചിത്രത്താഴ്, ഇപ്പൊ വിസ്മയത്തുമ്പത്ത്. 2 സിനിമയിലും നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനെ തന്നെ നായകനാക്കിയിരിക്കുകയാണ്. അതെന്താ, ഇപ്പോ സിനിമയ്ക്ക് ശേഷവും അങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ പവർ എക്സിസ്റ്റ് ചെയ്താൽ ലാലേട്ടനെ കൊണ്ട് അത് മാനേജ് ചെയ്യാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണോ,
അതായത് പ്രേതം ലാലേട്ടനെ കൈകാര്യം ചെയ്തോട്ടെ എന്ന് ഈ വിചാരിച്ചിട്ടാണ്. സിനിമയ്ക്ക് ശേഷവും ലാലേട്ടനെ ഒരു പ്രേതം ഫോളോ ചെയ്താൽ എന്ത് ചെയ്യും? ലാലേട്ടനെ ചെയ്യാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണോ ലാലേട്ടനെ തന്നെ നായകനായി അഭിനയിപ്പിച്ചത്? അല്ല, ലാലിനെ ഈ മണിച്ചിത്രത്താഴിലും ഈ വിസ്മയത്തുമ്പത്തിലും ലാലിനെ സെൻട്രൽ കഥാപാത്രമാക്കി. ഈ ലാലിന്റെ ഉള്ളിൽ, മോഹൻലാൽ എന്ന നടന്റെ ഉള്ളിൽ എന്നും എപ്പോഴും ഒരു കുസൃതി ഒളിച്ചിട്ടുണ്ട്. ഒരു കുസൃതി ഈ ഇരിക്കുന്ന, അതായത് കലാകാരന്മാരുടെ ഉള്ളിൽ എന്തെങ്കിലും എപ്പോഴും വേണം. നേരത്തെ പറഞ്ഞതുപോലെ പ്രണയം, സോറോ, എന്തെന്നറിയാത്തൊരു സോറോ, എന്തെങ്കിലുമൊക്കെ വേണം. അപ്പൊ ഈ മോഹൻലാൽ എന്ന ഈ ഇരിക്കുന്ന നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തൊരു മോഹൻലാലുണ്ട്. ആ മോഹൻലാൽ ഭയങ്കര കുസൃതി കുട്ടനാണ്. അപ്പൊ ഉള്ളിൽ നിറഞ്ഞൊരു കുസൃതിയുണ്ട്. ആ കുസൃതിയായിരുന്നു എനിക്ക് ആദ്യം വേണ്ടിയിരുന്നത്. അത് കഴിഞ്ഞായിരുന്നു ആ നടനെ വേണ്ടിയിരുന്നത്. അപ്പൊ ഈ രണ്ട് കഥാപാത്രങ്ങളും എക്സ്ട്രാ ഓർഡിനറി ഇന്റലക്ച്വൽ തലത്തിൽ നിൽക്കുന്നവരായതുകൊണ്ട് അവർ കുസൃതിപരമായിട്ട് പെരുമാറുകയുള്ളൂ. ഈ കുസൃതിയാണ് എന്നെ അട്രാക്ട് ചെയ്തത്. ലാലേട്ടന് അല്ല, ഇതിപ്പം അദ്ദേഹം പറഞ്ഞത് ഈ രണ്ട് സിനിമയും കഥയാണെന്ന് കുട്ടിയോട് ആരാ പറഞ്ഞത്? പ്രേതകഥയല്ല, പ്രേതങ്ങളെ കുറിച്ചുള്ള കഥയല്ല. ഒന്ന് സ്കിഷോഫ്രീനിയ എന്ന് പറയുന്ന മാനസിക രോഗം ഉള്ള ഒരു പെൺകുട്ടി താൻ ഒരു പ്രേതത്തെ കാണുന്നു, അല്ലെങ്കിൽ തന്നിലേക്ക് ഒരാൾ ഒരു പൊസസീവ്നെസ് എന്ന് പറയും, ഒരു പൊസഷൻ അതുകൊണ്ട് എന്ന് സങ്കല്പിക്കുന്ന ഒരു കുട്ടിയുടെ കഥയായിരുന്നു. ഇത് ഒരു ആസ്ട്രൽ ബോഡി അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്ന ഒരു പാരാസൈക്കോളജിയിൽ സംഭവിക്കാം. സിനിമ എന്ന് പറയുന്നത് മേക്ക് ബിലീഫാണ്. ഇങ്ങനെ സംഭവിക്കാം, ഒരു കഥ പറയുന്നതാണ്. ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഗോവിന്ദൻകുട്ടിയും അല്ലെങ്കിൽ ശ്രീകുമാറും ഒരു സ്ഥലത്ത് വന്നു എന്നൊരു കഥയാണ്. ഈ രണ്ടിലൂടെയും പുള്ളി പറയാൻ ശ്രമിച്ചത് നമുക്ക് പലർക്കും നമ്മൾ ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, പ്രേതങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇല്ലാസങ്കല്പമാണ് എന്ന് പറയുന്ന പർട്ടിക്കുലർ വേർഡാണ്. നമ്മൾ ഒരു ആത്മാവുണ്ടോ, അല്ലെങ്കിൽ സോൾ, മനസ്സുണ്ടോ, അല്ലെങ്കിൽ ഒരു ആസ്ട്രൽ ബോഡി ഉണ്ടോ എന്നൊക്കെ പറയുന്ന ഒരു ഡിബേറ്റ് ആണ്. അതുണ്ടെന്ന് ആൾക്കാർ പറയുന്നു, ഇല്ലെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടാകാൻ സാധ്യത തോന്നുന്ന ഒരു കഥയാണ് മിസ്റ്റർ ഫാസിൽ ഉണ്ടാക്കിയത്. ഈ രണ്ട് കഥയും ഞാനും പാച്ചിക്കയും കൊണ്ടിരുന്ന് വളരെയധികം ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ എനിക്കിതിൽ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. വളരെ അപൂർവമായിട്ട് അല്ലെങ്കിൽ പാരാസൈക്കോളജിയിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാറുണ്ട്. എന്നോട് പ്രേതങ്ങളോ അല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് ഞാൻ പറയാം. എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലൊരു അനുഭവം എന്ന് പറഞ്ഞാൽ രാത്രി ഈ ടിപ്പു സുൽത്താന്റെ ബാള് പോലൊന്നുമല്ല. അതിലൊരു അനുഭവം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി പേഴ്സണൽ. അതിപ്പം ഞാൻ ചുമ്മാ ഈ മുകേഷ് പറയുന്ന പോലെ കുറെ പുളുകൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കേണ്ടി വരും. അപ്പൊ അതൊരു കഥകളാണ്, അതെന്റെ വെരി പേഴ്സണൽ അനുഭവങ്ങളാണ്. അങ്ങനെ ഒരു പേഴ്സണൽ അനുഭവമാവാം ഒരു പക്ഷേ മണിച്ചിത്രത്താഴ്, അല്ലെങ്കിൽ അത്തരം ഒരു പേഴ്സണൽ അനുഭവമാവാം പിന്നെ എന്താണ് വിസ്മയത്തുമ്പത്ത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അഭയ കേസ്, അതിൽ നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്ത്. മണിച്ചിത്രത്താഴ് എന്ന് പറയുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിന് പരിചയമുള്ള ഏതെങ്കിലും ഒരാളുടെ ഒരു ക്യാരക്ടറിൽ നിന്നായിരിക്കും കിട്ടിയിരിക്കുന്നത്. അപ്പൊ സിനിമ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. പ്രേതങ്ങൾ ഒരു ഇല്ലാസങ്കല്പമാണ്. ശരിക്കും ഇപ്പോ പ്രേതങ്ങൾ അല്ലെങ്കിൽ യക്ഷി ഗന്ധർവ് എന്നുള്ള സങ്കല്പം പറയുന്നതിലുപരി സൂപ്പർ നാച്ചുറൽ പവറിനെ പറ്റി ലാലേട്ടൻ പറഞ്ഞു. ഈ പവറിനെ പറ്റി പലപ്പോഴും പാച്ചിക്ക അങ്ങയുടെ സിനിമയിൽ ഒരുപാട് വിശകലനം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലായാലും ശരി തന്നെ, മണിച്ചിത്രത്താഴിലായാലും ശരി തന്നെ. നിങ്ങൾ മനസ്സിലെടുക്കുന്ന മനസ്സെന്ന് പറയുന്നത് അളക്കാനാവാത്തൊരു ശക്തി വിശേഷമാണ്. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, മനസ്സിന്റെ പവർ എന്താണെന്ന് അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടാൻ പറ്റതായിട്ട് ഒന്നുമില്ല. ഈ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നതിൻ്റെയൊക്കെ പിന്നിലതാണ്. മനസ്സിനെ ഏകാഗ്രമാക്കി കൊണ്ടുവന്നിട്ട് നമുക്ക് നേടാൻ പറ്റാത്തതായി ഒന്നുമില്ല. കാര്യം ഏത് റിലീജിയസ് സംഭവം എടുത്തു കഴിഞ്ഞാലും ഈ ദൈവത്തിൻ്റെ ഒരു അംശം മനുഷ്യനിലുണ്ട് എന്ന് എല്ലാ റിലീജിയനും സമ്മതിച്ചിരുന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു കൊച്ചംശത്തിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മനസ്സിന് എത്തപ്പെടാൻ പറ്റാത്ത മേഖലകളില്ല. അത് ഈ വളർന്നു വരുന്ന കുട്ടികൾ അറിയണം മനസ്സിന്റെ ശക്തി എന്താണെന്ന്. അതും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ലാലിതൻ പറയുന്നുണ്ട്, ദേഹം വിട്ട് വന്നവളാണ് നീ, മനുഷ്യ മനസ്സിന്റെ അളക്കാനാവാത്ത ശക്തിവിശേഷം ഉൾക്കൊണ്ടവളാണ് നീ. ഈ പ്രപഞ്ചം ചുറ്റി വരാൻ നിനക്ക് നിമിഷങ്ങൾ മതി. നീ അറിയുന്നില്ല, യു ആർ എ സൂപ്പർ നാച്ചുറൽ ഫോഴ്സ്. അപ്പൊ മനസ്സിനെയാണ് ഞാൻ ഈ കൊണ്ടവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ മനസ്സെന്ന് പറയുന്നത് ഒരു വലിയ ശക്തിയാണെന്ന് എല്ലാവരും അറിയണം. ഏകാഗ്രതയോടുകൂടി പോയി കഴിഞ്ഞാൽ നേടാൻ പറ്റാത്തതായി ഒന്നുമില്ല എന്നുള്ളത് കുട്ടികളൊക്കെ അറിയണം. ആ ഒരു മെസ്സേജ് കൂടെ ഈ പടത്തിൽ കൂടെ പറയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഹാൾമാർക്ക് ജ്വല്ലറി, സ്റ്റുഡൻസ് ഒൺലി.
നമുക്കിനിയും ഈ സിനിമയിൽ തന്നെ ഒരു ഡാൻസ് കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ ടോക്ക് ഷോ തുടരാം. മായിക വേദികയിൽ മാനസമാം പൊൻപൂവാടികയിൽ മായിക വേദികയിൽ മാനസമാം പൊൻപൂവാടികയിൽ വിരുമ്പും പൂവാണു നീ, തുളുമ്പും തേനാണു നീ, തുമ്പിയും കൂട്ടരും തുമ്പപ്പൂ മക്കളും കൂടെ വരും. നായിക നീ മായിക വേദികയിൽ മാനസമാം പൊൻപൂവാടികയിൽ. എഴുതിയതാരുമി താമരമിഴികളിൽ രാവിൻ മഷി കൊണ്ടൊരു തേൻ കവിത. എഴുതിയതാരുമി പുസ്തകത്താളുകളിൽ മഴവിൽ ചിറകുള്ളൊരു പൊൻകവിത. ആരുടെ തഴുകലാൽ ആ മിഴിയിണയിലെ കാർമഷിക്കൂട്ടെന്നു പടർന്നു പോയി.